ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഈ എമർജൻസി ഫണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നമുക്ക് എന്തും സംഭവിക്കാം. മെഡിക്കൽ എമർജൻസീസ്, അതുപോലെ നമ്മളെ ജോലി താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ നമുക്ക് നിർത്തേണ്ടി വരുന്നൊരവസ്ഥ, പിന്നെ വീടിൻ്റെ മെയിൻ്റെനൻസ്, കാർ റിപ്പയർ, കാർ ആക്സിഡൻ്റായി അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നോക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്തു പോകാൻ വേണ്ടിയാണ് നമ്മൾ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്നത്. ഈ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എമർജൻസി ഫണ്ടിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളെ സേവിങ്സ് അക്കൗണ്ടിലല്ല നമ്മൾ ഈ ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യേണ്ടത്. നമ്മൾ അതിനായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിൽ ഈ ഫണ്ട് കീപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ മാറ്റി വെച്ച ഈ എമർജൻസി ഫണ്ട് ട്രിപ്പിനോ ഷോപ്പിങ്ങിനോ വേണ്ടി യൂസ് ചെയ്യരുത്.